പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും ദുബായിൽ സ്വീകരണമൊരുക്കി മലയാളി സംഘടന. കുസാറ്റ് ബിടെക് അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഉദ്മേധയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്തമത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും വൻ വരവേൽപ്പ് നൽകി. മെയ് 25-ന് ദുബായ് ഉദ്മേത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി. പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്തമത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത്. ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കേരളത്തിലെ കോളേജുകളുടെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനി അസോസിയേഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘാടകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു. ജനം, ദുബായ്.